സംസാരമുണ്ട്. പൂവിട്ട് പൂജിക്കൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. ജാറം തൊട്ടുമുത്തുന്നു, ജാറത്തിങ്കൽ പോയി സുജൂദ് ചെയ്യുന്നു, ജാറത്തിന്റെ മേലുള്ള ആ പുതപ്പെടുത്തിട്ട് ശരീരത്തിൽ ഒരതുന്നു. അതുപോലെ തന്നെ ജാറത്തിന്റെ അടുത്തുള്ള എണ്ണ അതെടുത്ത് ശരീരത്തിൽ പുരട്ടുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ജാറ പൂജ ഏർപ്പാടുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ മുസ്ലിമീങ്ങൾക്ക് ഇതൊക്കെ എവിടുന്ന് കിട്ടേണ്ടതാ? ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ല ഖബർ സിയാറത്ത്. അത് ഖബർ സിയാറത്തിന്റെ മര്യാദയുടെ കൂട്ടത്തിൽ ഖബർ മുത്തലുണ്ടോ, മൂടലുണ്ടോ, പൂവിടലുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷേ കേരളത്തിൽ അതൊക്കെ ഇല്ലാത്തതിന്റെ പേരിൽ അതും കൂടി തിരിച്ചു കൊണ്ടുവരാനാണ് AP ഗ്രൂപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. AP ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് മുഫ്തി ശ്രീമാൻ പൊന്മള അത് ഫത്വ കൊടുക്കുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോണത്. ഖബർ മുത്തലും പൂവിടലൊന്നും ഒരു കുഴപ്പമല്ലാന്ന് കേട്ടോളിങ്ങൾ. ചില മക്ബറകൾ വ്യാപകമായി കാണുന്നതാണ്. മക്ബറകളെല്ലാം വന്നിട്ട് സാധാരണ വേറെ ജനങ്ങൾ തൊട്ടിങ്ങനെ മുത്തുന്നൊരു സ്വഭാവം, തൊട്ടുമുത്തുക എന്ന് പറയുന്നൊരു പ്രവണത, ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുവദനീയമാണോ അല്ലെങ്കിൽ വല്ല ഗുണങ്ങളുമുള്ള കാര്യമാണോ എന്ന് മഹാന്മാരുടെ ഖബറുകൾ ചെന്നാണ് ചെയ്യുന്നത്. സാധാരണക്കാരുടെ ഖബറുകളിലൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല. മഹാന്മാരാകുമ്പോൾ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക, തബറുക്ക് എടുക്കുക എന്നത് പൂർവകാലം മുതലേ ഉള്ളതും പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ തബറുക്കിന് വേണ്ടി അവിടെയുള്ള ഈ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ തബറുക്കിന് വേണ്ടി തൊട്ടുമുട്ടുന്ന കാര്യം അതും അപ്രകാരം തന്നെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു ബന്ധികേടും ഇല്ല. അതേ സ്ഥാനത്ത് ഹൈന്ദവരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെ ബിംബത്തെ ആരാധിക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്നത് പോലെ ഉള്ള തൊട്ടുമുത്തലും പരിപാടികളും നമുക്ക് പാടുമില്ല. ഇത് രണ്ടും വ്യക്തമായി വിശദമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയും അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷെർവാനിയും നോക്കിയാൽ ഈ വസ്തുത വിവരിച്ചു കാണും. അതേപോലെ തന്നെ ഇമാം റംലിയുടെ നിഹായിലും ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല അലി ഷബ്രാമില്ലസി പറഞ്ഞതിൽ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തൊട്ടുമുട്ടുക എന്നത് കഅബയെ തവാഫ് ചെയ്യുന്ന വേളയിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുട്ടും പോലെയാണ്. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് തൊട്ടുമുട്ടാൻ നേരെ കഴിയാത്ത ആൾക്ക് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും ചുംബിക്കാൻ അനുമതിയുള്ളതുപോലെ മക്കാമിൽ ചെല്ലുന്ന ആൾക്ക് അഹമ്മദുൽ ബദരിയുടെ ഖബറുകൾ വലിയ തിരക്കുണ്ടാകും. ചിലപ്പോൾ അങ്ങനെ തൊട്ടുമുത്താനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ബറക്കത്ത് ഉദ്ദേശിക്കുന്ന ആൾക്ക് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് തൊട്ടുമുത്തിയാലും യാതൊരു പന്തികേടും ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിലുണ്ടെന്നോ സഹാബത്ത് അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടെന്നോ പറയാൻ ഈ മൊല്ലമാർക്ക് ധൈര്യമുണ്ടോ? കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണെങ്കിൽ അത് വേണ്ടേ? നിങ്ങൾ തന്നെ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ മര്യാദ പഠിപ്പിക്കുന്ന എന്താണ്? മജ്മൂ ശറഹ് മുഹദ്ദബ് എന്നൊരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. വലാ യസ്തലിമുൽ ഖബറ ബിയദിഹി, കൈകൊണ്ട് ഖബറിനെ സ്പർശിക്കാൻ പാടില്ല സിയാറത്ത് ചെയ്യുന്ന വ്യക്തി. വലാ യുഖബ്ബിലുഹു, മുത്താൻ പാടില്ല. കാല വഅലാ ഹാദാ മളത്തി സുന്ന, ഇപ്രകാരമാണ് നബിചര്യ കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ സിയാറത്ത് ചെയ്യുന്ന ആൾ ഖബർമ തൊടാൻ പാടില്ല, ഖബർമ മുത്താൻ പാടില്ല. അതാണ് നബിചര്യ. അഹ്ലുസുന്ന ചെയ്യേണ്ട അതാണ്. തീർന്നില്ല. വസ്തിലാമുൽ ഖുബൂർ ഖാല അബുൽ ഹസൻ എന്ന മഹാപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു, വസ്തിലാമുൽ ഖുബൂരി വതഖബീലുഹു അല്ലദീ യഫ്അലുഹുൽ അവാമുൽ ആൻ, വിവരമില്ലാത്ത ജനങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖബർ തൊട്ട് തടവലും മുത്തലും ചുംബിക്കലും മിനൽ മുബ്തദഅത്തിൽ മുൻകറത്തി ശർഅ, ശർഇൽ വിരോധിക്കപ്പെട്ട ഉത്തനാചാരങ്ങളിൽപ്പെട്ടതാണ്. യംബഗി തജന്നുബു ഫിഅലിഹി, അത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് നിർബന്ധമാണ്. വയുൻഹാ ഫാഇലുഹു, അത് പ്രവർത്തിക്കുന്നവൻ തടയപ്പെടേണ്ടതാണ്. കണ്ടോ? അപ്പൊ തൊട്ടുമുട്ടല് ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല, ഹൈന്ദവർ ചെയ്യുന്നത് പോലെ ആരാധനയുടെ ഭാഗമാണെങ്കിലേ കുഴപ്പമുള്ളൂ എന്നൊരു നിബന്ധനയോ ഉപാധിയോ വെച്ച് അതിന് അനുവാദം കൊടുക്കുകയല്ല പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്. ഖാലൽ ഫുഖഹാഉൽ മുതബഹിറൂനൽ ഖുറാസാനിയൂന, ഇമാം നവവി എഴുതാണ്. എന്താ പറഞ്ഞത്? ഖുറാസാനിലുള്ള
സമുദ്രം പോലെ വിജ്ഞാനമുള്ള മഹാപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, വള്ളിക്കുന്നിൽ പ്രത്യേക വെള്ളം, ആ വെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ കാഴ്ച ശക്തി നശിച്ച അന്ധന്മാർക്കൊക്കെ കാഴ്ച തിരിച്ചു കിട്ടുന്നതാണ്. ആ വെള്ളം കൊണ്ട് മുഖം കഴുകിയിട്ട് കണ്ണൊട്ടന്മാർക്കൊക്കെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് കണ്ണൊട്ടന്മാർ ഉപേക്ഷിച്ചു പോകുന്ന ബടി ലോഡ് കണക്കിന് കയറ്റി പോകുക എന്നാ പറഞ്ഞത്. ഈ ഖുറാബികളെ വിശ്വസിന്ന് പറയാം അല്ലേ? ഞങ്ങളതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ കളിയാക്കി. ഇപ്പൊ കാസിമി തന്നെ പറയാണ് ഇതൊക്കെ ചില കാറ്റിന്റെ കറാമത്തുകളാണ്. ഒന്ന് കേട്ടോളി. രോഗങ്ങൾ വരെ മാറ്റി എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് ആരത് മാറ്റി? ആരുടേതാ മാറ്റിയത്? അത് ചില കാറ്റിന്റെ കറാമത്തുകളാണ്. ഞാൻ പറയും, കോഴിക്കോട്ടേര് പറയും, നിലമ്പൂരൊക്കെ ഒരുപാട് ആളുകൾ മാറ്റിയിട്ടുണ്ട്. നിലമ്പൂർക്കാർ പറയും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശബക്കത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആനമയിൽ ഒട്ടകം എന്ന് പറയുന്ന സാധനം ഉണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ സ്കൂള് ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാനിത് കാണാറുണ്ടായിരുന്നു. ഈ ആനമയിൽ ഒട്ടകത്തിന്റെ ആളുകൾ സത്യത്തിൽ ആരാ? അതിന്റെ ആളുകൾ തന്നെയാ. നിങ്ങൾക്ക് അതും അറിയില്ല മനുഷ്യന്മാര്. ഈ ആനമയിൽ ഒട്ടകം എന്ന പരിപാടി ഉണ്ട്. എന്താ, ഒരാൾ ഇങ്ങനെ തിരിക്കുക, അങ്ങനല്ലേ? ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് വെക്കുക, എന്നിട്ട് അതിന് പൈസ വെച്ചാൽ കമ്പനിക്ക്, കാലി അടിച്ചാൽ കമ്പനിക്ക്, അങ്ങനെയൊക്കെ പറയൂലേ? ഒന്ന് പറഞ്ഞു തരും മനുഷ്യന്മാര്. ഇത് എന്താണ്? നമ്മളൊരാളെ